സ്നേഹാധന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ക്രമപ്പെടുത്തി മുത്തഖികളായി ജീവിച്ച് മരിച്ച് സ്വർഗം നേടിയെടുക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാനവന്റെ സ്വാലിഹുകളും സച്ചരിതരുമായ ദാസന്മാരുടെയും ദാസികളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വെക്കേഷൻ കാലമാണ്. നമ്മുടെ കുട്ടികള് സാധാരണയിൽ കവിഞ്ഞ് നമ്മുടെ കൂടെ പകൽ സമയങ്ങളിലടക്കം ഇടപഴകുകയും നമ്മുടെ വീട്ടിൽ തന്നെ സമയം കൂടുതലായി ചെലവഴിക്കുകയും ചെയ്യുന്ന സമയം. അപ്പോൾ മക്കളെക്കുറിച്ച്, വീട്ടുകാരെക്കുറിച്ച്, അതുപോലെ തന്നെ കൂട്ടുകുടുംബങ്ങളിലുള്ള മറ്റ് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ഇസ്ലാമികമായ ഒരു ധാരണയും കാഴ്ചപ്പാടുമൊക്കെയുള്ള ആളുകൾ തന്നെയായിരിക്കും നമ്മൾ. പക്ഷെ അതേസമയം വരുന്ന ഒരു തലമുറയെ സംബന്ധിച്ച് ഇസ്ലാമികമായ ഈമാനികമായ ജാഗ്രതകൾ ഉണ്ടാവുക എന്നുള്ളത് അവർ ആ വഴിയിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട നമ്മളുടെ ഇസ്ലാമികമായ ബാധ്യതകൾ നിർവഹിച്ചു എന്ന ഉറപ്പ് നമുക്കുണ്ടാവൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടുത്ത തലമുറകളുമായി ബന്ധപ്പെട്ട വലിയ ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിന് ആ സമയത്ത് മകൻ ജനിച്ചിട്ടില്ല, മക്കളില്ല. അപ്പൊ ജീവിതത്തിന്റെ അവസാന സമയത്ത് ഒരു മനുഷ്യൻ മക്കളില്ലാതെ മരണപ്പെട്ടു പോവുക എന്നുള്ളത് നമ്മുടെ നാട്ടിലും അയാളെ സംബന്ധിച്ച് ബാക്കിയുള്ളവർ സങ്കടത്തോടു കൂടി നോക്കുന്ന ഒരു കാര്യമാണ്. എന്താ അയാൾക്ക് കുട്ടിയില്ലാതെ പോയത് എന്നുള്ളതൊരു സങ്കടമാണ്. പക്ഷെ നമ്മുടെ സങ്കടം പലപ്പോഴും ഇയാൾ മരിച്ചു പോയാൽ അയാളുടെ സ്വത്ത് എഴുതി കൊടുക്കാൻ ഒരു മോനില്ലല്ലോ എന്ന സങ്കടമാണ്. പക്ഷെ അള്ള പറയുന്നതും വിശുദ്ധ ഖുർആനിലൂടെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥനയിലൂടെ അള്ള പരിചയപ്പെടുത്തുന്നതും നിങ്ങൾക്കൊരു മോനുണ്ടായി, നിങ്ങൾക്ക് മോളുണ്ടായി, മക്കളുണ്ടായി, നിങ്ങളുടെ വീടും പറമ്പും ബാങ്ക് ബാലൻസും അതല്ല ഇക്വിറ്റിയും മ്യൂച്വൽ ഫണ്ടും ഒക്കെ അതിന് ഒരു ലീഗൽ ഹെയർ, ഒരു നിയമപരമായ ഒരു അനന്തരാവകാശം ഉണ്ടായി, അതിന് മക്കൾ വേണം. ഇത് ഇസ്ലാമികമായി യഥാർത്ഥത്തിൽ മക്കൾ എന്തിന് എന്നുള്ളതിന്റെ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടുന്നതല്ല. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ തരിക്കത്ത്, നിങ്ങളുടെ അവശേഷിപ്പ് സ്വത്ത് നിങ്ങളുടെ മക്കൾക്കിടയിൽ, നിങ്ങളുടെ ബന്ധുക്കൾക്കിടയിൽ എങ്ങനെ വീതിക്കണം എന്നുള്ളത് വേറൊരു പാഠമാണ്. പക്ഷെ മക്കൾ എന്തിന് എന്ന് ചോദിച്ചാൽ, മരിച്ച ശേഷവും എൻ്റെ സ്വത്തും എൻ്റെ തറവാടും എൻ്റെ അഡ്രസ്സും ഒക്കെ നീങ്ങിപ്പോകുന്ന മറ്റൊരു അഡ്രസ്സ് എൻ്റെ തറവാട്ടിൽ ബാക്കിയാക്കാൻ ഒരു മകൻ, ഒരു മകൾ, ഇത് ഇസ്ലാമിൻ്റെ പ്രാഥമികമായ ഒരു മുൻഗണനയല്ല. പക്ഷെ അതേസമയം സക്കരിയ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഫഹബിലി മില്ലദുൻക വലിയ, പടച്ചവനെ എനിക്കൊരു വലിയനെ തരണം. മകൻ ആ സമയത്തില്ല. അദ്ദേഹം പറയുന്നത് ഇന്നി വഹനൽ അളമു മിന്നി വഷ്തഅല റഅസു ശൈബ വകാനത് ഇംറഅതി ആഖിറ. പടച്ചവനെ എൻ്റെ ഭാര്യ അവൾ പ്രസവിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക്, അതല്ലെങ്കിൽ അവൾക്ക് ഗർഭം ധരിക്കാൻ കഴിവില്ല. അതുപോലെ തന്നെ ഞാനാകട്ടെ ഈ എല്ല് നുറുങ്ങി
വാർദ്ധക്യത്തിന്റെ 90-ാം വയസ്സിൽ എത്തിയിരിക്കുന്നു. എന്റെ മുടികളെ ജരാനരകൾ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് പടച്ചവനെ, എനിക്കൊരു പൂതിയുണ്ട്, ഒരു മകൻ വേണം. പക്ഷെ ഈ മകൻ വേണം എന്നുള്ളത് ഫഹബിലി മില്ലദുങ്ക വലിയ, ഒരു വലിയായ ഒരു മകനെ വേണം. ഇവിടെ ഇരിക്കുന്ന ഏകദേശം ആളുകൾക്കൊക്കെ മക്കളുണ്ടാവും. ചിലർക്ക് ആൺകുട്ടികളായിരിക്കും, ചിലർക്ക് പെൺകുട്ടികളായിരിക്കും, ചിലർക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരിക്കും. ചിലർക്ക് അള്ളാഹു മക്കളെ തരാതെ വെച്ചിരിക്കും. അള്ളാഹ് പറയുന്നതും അങ്ങനെയാണ്. യഹബുൽ ലിമൻ യശാഉ ഇനാസൻ, ചിലർക്ക് അള്ളാഹ് പെൺകുട്ടികളെ മാത്രം കൊടുക്കും. വഹബുൽ ലിമൻ യശാഉ ദുക്കൂർ, ചിലർക്ക് അള്ളാഹ് ആൺകുട്ടികളെ മാത്രം കൊടുക്കും. ഔ യുദവ്വിജുഹും ദുക്റാനൻ വ ഇനാസ, ചിലർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുക്കും. വയജഅലു മൻ യശാഉ അഖീമ, അള്ളാഹ് ഇച്ഛിക്കുന്ന കുറച്ചാളുകൾക്കെങ്കിലും മക്കൾ ഉണ്ടാകണ്ട എന്ന് അള്ളാഹ് തീരുമാനിക്കും. അപ്പോ അള്ളാഹ് ഒരു കൂട്ടർക്ക് മക്കൾ ഉണ്ടാകണ്ട എന്ന് തീരുമാനിച്ചതുപോലെ ഒരു കൂട്ടർക്ക് മക്കൾ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചപ്പോ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയ അമാനത്താണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മക്കൾ എന്ന് പറയുന്നത്. ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുള്ളത് പോലെ വിവാഹ ജീവിതത്തിൽ ശാരീരിക ബന്ധത്തിന്റെ ഒരു ഉപോൽപ്പന്നം, ഒരു ബൈ പ്രൊഡക്റ്റ് മക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ആൾക്കാർ എനിക്ക് മക്കൾ ഉണ്ടായി എന്നാലോചിക്കുക. ഇസ്ലാമിൽ അതിനു മുമ്പേ അതിനെക്കുറിച്ചുള്ള സ്വപ്നമാണ് മക്കൾ ഉണ്ടാവുക. വിവാഹ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മുൻഗണനകളെ കുറിച്ച് പറയുമ്പോൾ അതിലൊരു ഭാഗമാണ് തശാവറു, നിങ്ങൾ കൂടിയാലോചിക്കൂ, തനാസഹു, നിങ്ങൾ ഗുണകാംക്ഷികളാകൂ, തആറഫു, നിങ്ങൾ പരസ്പരം അറിയൂ, തനാസലു, നിങ്ങളിലൂടെ അടുത്ത പരമ്പരകൾ പിറക്കട്ടെ. വിവാഹത്തിന്റെ ലക്ഷ്യമാണത്. അപ്പോൾ ഈ വിവാഹത്തിന്റെ ലക്ഷ്യം അതായത് കൊണ്ട് കൂടിയാണ് ആൺ പെൺ ബന്ധങ്ങൾ ഒരു നിശ്ചിത ഒരു മൂശയിൽ, നിശ്ചിതമായ ഒരു പാത്രത്തിൽ, നിശ്ചിതമായ ഒരു ആകൃതിയിൽ ഇട്ടുകൊണ്ട് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളിൽ നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ സക്കരിയ നബി അലൈഹി ഇസ്ലാം പറയുന്നത് എനിക്ക് എന്റെ സ്വത്ത് എഴുതി കൊടുക്കുക ഒരു മോൻ വേണമെന്നല്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വളരെ ക്ലിയർ ആണ്. അദ്ദേഹം പറയുന്നത് യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയ, പടച്ചവനെ, എന്റെ മകൻ അവൻ എന്നെ അനന്തരമെടുക്കണം. വയരിസു മിൻ ആലി യഅഖൂബ്, യഅഖൂബ് നബിയുടെ പാരമ്പര്യത്തെ തുടരുന്ന മകനായിരിക്കണം. യഅഖൂബ് നബിയുടെ പേര് മറ്റൊരു പേരാണ് ഇസ്രായേൽ. ബനു യഅഖൂബാണ് ബനു ഇസ്രായേൽ. ബനു ഇസ്രായേലിൽ ഇതുവരേക്കും വന്ന പ്രവാചകന്മാരുടെ പണി ചെയ്യാൻ ഒരു മകൻ. വജഅൽഹു റബ്ബി റളിയ, പടച്ചവനെ നീ അവനോട് തൃപ്തിയുള്ളവനാകണം, നിന്റെ പൊരുത്തം അവനുണ്ടാകണം, നിന്റെ ഇഷ്ടം അവനുണ്ടാകണം. എന്തിനാണ് മക്കൾ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചാൽ അതിന്റെ സംക്ഷിപ്തമായ ഉത്തരമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിന്റെ ആമുഖത്തിൽ ഇത്ര കൃത്യതയോടുകൂടി സക്കരിയ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുടെ പരിചയപ്പെടുത്തുന്നു. ശരിയാണ്, വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെയൊക്കെ ഒരു വലിയ ഡ്യൂട്ടിയാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സന്മാർഗത്തിലേക്ക് നയിക്കുക. സന്മാർഗത്തിലേക്ക് നയിക്കലും വിളിക്കലും മാത്രമാണ് നമ്മുടെ പണി. പക്ഷെ എല്ലാവരെയും ഹിദായത്തിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ പണിയല്ല. പക്ഷെ ഏറ്റവും ചുരുങ്ങിയ ഒരു പണി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ വീട്ടുകാരെയും നരകത്തീയിൽ നിന്ന് രക്ഷിക്കണം. ഇത് ഏറ്റവും ചുരുങ്ങിയ ബാധ്യതയാണ്. കാരണം ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഈ ലോകത്തുള്ള എല്ലാവരും നരകത്തിൽ വീഴുമോ സ്വർഗത്തിൽ പോകുമോ എന്നുള്ളതിനെ സംബന്ധിച്ച ആലോചനയിൽ ഒരു മനുഷ്യന്റെ സ്വാധീന വലയം, നമുക്കൊക്കെ ഒരു സ്വാധീന വലയുണ്ടല്ലോ. നമ്മുടെ തറവാട്, ജനിച്ചു വീണ വീട്, നാട്, അതല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സ്വാധീന വലയം എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്, നമ്മുടെ ഭാര്യയാണ്, ഭാര്യയ്ക്ക് ഭർത്താവാണ്, അതായത് നമ്മുടെ മാതാപിതാക്കളാണ്, മാതാപിതാക്കൾക്ക് മക്കളാണ്. ഇവരുടെ കാര്യത്തിൽ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയണം.
അങ്ങനെ ഒരുപാട് പേർ, ഒരുപാട് കുടുംബങ്ങൾ അവരെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കുന്ന പ്രൊജക്ട് വിശുദ്ധ ഖുർആനും വിശുദ്ധ ദീനുൽ ഇസ്ലാമും ഇസ്ലാമിക കുടുംബത്തിനായി സമർപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വളർന്നു വരുന്ന തലമുറ നമ്മുടെ മൊത്തം ദീനി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കുറെ കൂടിയൊക്കെ ബദ്ധശ്രദ്ധയൊക്കെ ഉള്ള ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ അടുത്ത തലമുറയെക്കുറിച്ചുള്ള നമ്മുടെ ആലോചനയിൽ മഹാനായ ഹസനുൽ ബസറി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. കുറെ കൂടി ഇദാ കാനത്ത് ഹുമൂമുദ്ദുനിയ ഫീ ഖുലൂബി ശബാബി അക്സറ മിൻ ഹുമൂമിൽ ആഖിറ. ദുനിയാവിന്റെ ചിന്തകൾ, ദുനിയാവിനെ കുറിച്ച് ചിന്തകളും സ്വപ്നങ്ങളും ആലോചനകളും വേണം. പക്ഷെ ദുനിയാവിന്റെ ചിന്തകളെക്കാൾ, അതല്ലെങ്കിൽ ആഖിറത്തിന്റെ ചിന്തകളെക്കാൾ ദുനിയാവിന്റെ ചിന്തകളെ ഹൃദയം ഭരിക്കുകയും മനം ഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളുടെ യുവാക്കൾ എത്തുന്ന സമയത്ത്, യുവാക്കളെ കുറിച്ച് അങ്ങനെ വേവലാതിപ്പെടുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. കാരണം ഒരു സമൂഹത്തിന്റെ വളരെ അതിന്റെ അടിസ്ഥാനവും ആണിക്കല്ലും എന്ന് പറയുന്ന യുവാക്കൾ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവരുടെ മുൻഗണനയിൽ ആഖിറത്തിന്റെ ചിന്തകൾക്ക് പകരം ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ മാത്രം അവരെ ഭരിച്ചാൽ ഫഹദറു ദാലിക്കൽ ജീൽ, നിങ്ങൾ അത്തരമൊരു തലമുറയെ സംബന്ധിച്ച് നിങ്ങൾ ജാഗ്രതയിൽ ആകേണ്ടതുണ്ട്. ഫഇന്നഹും അളാഉസ്സലാ, അവർക്കങ്ങനെ ഒന്ന് വരാൻ സംഭവിക്കാൻ കാരണമായിട്ടുണ്ടാവുക ഫഇന്നഹും അളാഉസ്സലാ, ഒന്നുകിൽ അള്ളാഹുമായി നിരന്തര ബന്ധം അവർ വെച്ചു പുലർത്തേണ്ടുന്ന നമസ്കാരത്തെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? കട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇസ്ലാമിൽ ഇഖാമത്തുസ്സലാത്താണ്. ഇഖാമത്തുസ്സലാത്ത് എന്നുള്ളത് ഒരു പ്രൊജക്ടിന്റെ പേരാണ്, ഒരു കണക്ഷന്റെ പേരാണ്. എപ്പോഴും അള്ളാഹുവും ഒരു മനുഷ്യനും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം യഥാർത്ഥ വിശ്വാസിക്ക് പോലും അള്ളാഹ് നിലനിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ചെറിയ മക്കളെ ചെറുപ്പത്തിൽ തന്നെ നിസ്കരിക്കാൻ പഠിപ്പിക്കണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന് പിന്നിലുള്ള ഒരു വികാരം എന്നുള്ളത് അത് ചെറുപ്പത്തിലുള്ള ട്രെയിനിങ് ആണ്. പക്ഷേ അള്ളാഹുമായുള്ള ഈ ബന്ധത്തിലൂടെയല്ലാതെ ഒരു മനുഷ്യനും സ്വയം നിലക്ക് വിശുദ്ധനാകാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ്. എന്നല്ല വത്തബഉ ശഹവാത്ത്, ഈ നമസ്കാരം കട്ടാവുന്നതോടുകൂടി അള്ളാഹുമായുള്ള സജീവമായ ബന്ധം മുറിയുന്നതോടുകൂടി സംഭവിക്കുന്നത് അവർ വത്തബഉ ശഹവാത്ത്, അവർ അവരുടെ ഇച്ഛകളെയും താല്പര്യങ്ങളെയും അവരുടെ ശഹവത്തുകളെയും വികാരങ്ങളെയും മാത്രം പിന്തുടരുന്നവരായിരിക്കും. ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. നമസ്കാരം കളയുന്നവർക്ക് മാത്രമാണ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റുക. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർക്കാണ് നമസ്കാരം തോന്നിയതുപോലെ ആക്കാനും പറ്റും. ഇത് രണ്ടും തമ്മിൽ കണക്ഷനാണ്. തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് നമസ്കരിക്കാൻ പറ്റില്ല, നല്ലവണ്ണം നമസ്കരിച്ചുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യാനും പറ്റില്ല. ഇത് പരസ്പരം ബന്ധമാണ്. അതുകൊണ്ടാണ് ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ കൊള്ളരുതായ്മകളും ഇല്ലാതായി പോകുന്നു എന്നുള്ളതിനേക്കാൾ നമസ്കാരം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് അള്ളാഹുവുമായുള്ള സജീവമായ ഏറ്റവും ചുരുങ്ങിയ 5 നേരത്തെ ബന്ധങ്ങളിലൂടെ നിങ്ങൾ സമൂഹത്തിലെ തിന്മകളിൽ നിന്ന് അകലാൻ ശീലിക്കുകയാണ് ചെയ്യുന്നത്. ഹസനുൽ ബസറി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വദാലിക ബിദായത്തുൽ ഇൻഹിയാരി ശാമിൽ ലിൽ ഉമ്മ, ഉമ്മത്ത് മുസ്ലിമയുടെ പരിപൂർണമായ അധപ്പതനത്തിന്റെ തുടക്കം അതാണ്. നമസ്കാരത്തിൽ കൃത്യതയില്ലാത്ത തലമുറയും അതോടൊപ്പം വികാരങ്ങൾ കടിപ്പെടുന്നവർ, തോന്നിയതൊക്കെ ഇഷ്ടപോലെ നിസ്കരിക്കൂല എന്നല്ല കേട്ടോ, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇഖാമത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നത് മുതൽ നമസ്കാരത്തിന് തയ്യാറാകുന്നത് മുതൽ സാധ്യമാകുന്നത്ര അള്ളാഹുവിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്ന് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇതിൽ വരുന്ന അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശമെന്ന് അള്ളാഹ് നേരിട്ട് പറയാം. എന്നിട്ട് പറയുന്നത് അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിൽ അശ്രദ്ധ പറ്റുന്നവർക്ക് എന്നല്ല പറഞ്ഞത്, നമസ്കാരത്തെ സംബന്ധിച്ച് അശ്രദ്ധ പറ്റുന്നവർ. നമസ്കാരത്തിലൊക്കെ ചില്ലറ അശ്രദ്ധകൾ ആളുകൾക്ക് പറ്റും. നമസ്കാരത്തിൽ ചെറിയ ചെറിയ അശ്രദ്ധകളും ചെറിയ ദുനിയാവിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വന്ന് വീണ്ടും വീണ്ടും തിരിച്ചൊക്കെ വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മുജാഹദത്തുൻ നഫ്സ് വേണ്ട ഒരു സംഗതിയാണ് നിസ്കാരം.
പക്ഷെ നമസ്കാരമേ വേണ്ടതില്ല, നമസ്കാരമേ തോന്നിയ സമയത്ത് മതി, നമസ്കാരമേ ഇഷ്ടമുള്ളപ്പോൾ അങ്ങോട്ട് തീർത്താൽ മതി. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, അല്ല എങ്ങാനും വിശുദ്ധ ഖുർആനിൽ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞ നമ്മളൊക്കെ കുടുങ്ങുമായിരുന്നു. നമസ്കാരത്തിൽ അശ്രദ്ധ വരുന്നവർക്ക് നാശം. അങ്ങനെയല്ല, നമസ്കാരത്തെ സംബന്ധിച്ച് തന്നെ അശ്രദ്ധയുള്ളവർക്ക് നാശം. മാകാല റബ്ബുക വൈലുല്ലിൽ ഉലി സക്കിറു ലാകിന്നഹു ഖാല വൈലുല്ലിൽ മുസല്ലീന. കവി പറയാ, നേരിട്ട് അള്ളാഹ് വൈലുല്ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞു. നിസ്കാരത്തില് വിശുദ്ധ ഖുർആനില് ഖംറിനെ, കള്ളിനെ, ഇതിനെക്കുറിച്ചൊക്കെ പാടില്ല എന്ന് പറഞ്ഞില്ല. അതിനെക്കുറിച്ച് വൈല് എന്ന് പറഞ്ഞിട്ടില്ല, നാശം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അള്ളാഹുമായി ബന്ധമുണ്ടെന്ന് പറയുകയും എന്നാൽ ആ ബന്ധത്തിൽ അശ്രദ്ധ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രത്യേകിച്ചും ഇത് നമ്മുടെ ഒരു വലിയൊരു ഡ്യൂട്ടിയായി. നമ്മൾ ഏതെങ്കിലും ഒരു മറ്റുള്ളവരെ നമ്മുടെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചു, അതല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചറെ സ്കൂളിൽ മോറൽ സ്റ്റഡീസിന്റെ അധ്യാപകനെ ഏൽപ്പിച്ചു, ഇതുകൊണ്ട് നമുക്ക് തീരുന്ന ഒന്നായിട്ട് നമുക്കതിനെക്കുറിച്ച് കരുതാൻ പറ്റില്ല. അതിൽ പ്രായോഗികമായ കുറച്ച് കാര്യങ്ങളിൽ കൂടി, പ്രത്യേകിച്ചും ഇസ്ലാമികമായ വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദ, നമ്മുടെ കുട്ടികളോട് നമ്മൾ തആറഫു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമസ്കരിക്കാത്തൊരു കുട്ടിയോട് പോലും നാളെ പോയിട്ട് നിങ്ങൾ നിസ്കരിക്കുന്ന പറഞ്ഞ് വടിയെടുത്ത് കൂടിയോണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ ചെയ്യേണ്ട പ്രോസസ്സ് തന്നെ വ്യത്യാസമായിരിക്കും. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ വളർത്തിയെടുത്തു കൊണ്ടുവന്നാൽ വിജയിക്കുന്ന രക്ഷിതാവിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലാത്ത രക്ഷിതാക്കളും അല്ലാത്ത വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്ന അംബിയാ മുർസലുകളുടെ കാര്യത്തിൽ തന്നെ അവരുടെ മക്കൾ പല തട്ടിലാണ്, അല്ലെ? മഹാനായ ആദം നബി അലൈഹി സ്വലാമിയുടെ മക്കളിൽ ഒരു മകൻ മറ്റൊരു മകനെ കൊലപാതകത്തിന് ഇരയാകുക, അതല്ലെങ്കിൽ കൊന്നുകളയാണ്. നൂഹ് നബി അലൈഹി സ്വലാമയുടെ മകൻ നൂഹ് നബി അലൈഹി സ്വലാമയുടെ വർത്തമാനത്തിന് നിന്നുകൊടുക്കാത്ത മകനാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ മക്കളെ കുറിച്ച് പറയുമ്പോൾ 2 മക്കളെ കുറിച്ചാണ്. അവർ നേർവഴിയിലുള്ളവരും 10 പേർ നേരെ ഓപ്പോസിറ്റ് ഉള്ളവരാണ്. പിന്നീട് അവരൊക്കെ നന്നാവുന്ന ചരിത്രം പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുമ്പോൾ മാത്രമാണ് പൂർണ്ണ അനുസരണശീലമുള്ള 2 മക്കളെ കുറിച്ച് നമുക്ക് ഇസ്മായിൽ നബി അലൈഹി സ്വലാമയെയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമയെയും കുറിച്ച്. അപ്പോൾ വ്യത്യസ്തരാണ്. പ്രവാചകന്മാരുടെ മക്കളിൽ തന്നെയും ഈ വ്യത്യസ്തത കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള മക്കളെ അവരുടെ കല്ലിമുന്നാസാല കതിരി ഒക്കൂലിയും അവരോട് സംസാരിക്കേണ്ടത്, അവരോട് നിരന്തരമായ ബന്ധം, മോഡേൺ സൈക്കോളജി പറയുന്നത് ഇമ്പോസിഷനിൽ നിന്നൊരു കൺവിക്ഷനിലേക്ക് എത്തണമെന്നാണ്. അതായത് വാട്ട് എന്ന് പറയുന്നതിനേക്കാൾ വൈ എന്ന് പഠിപ്പിക്കണമെന്ന്. എന്ത് എന്നുള്ളതിനേക്കാൾ ഇതെന്തുകൊണ്ട്. ഇസ്ലാം എന്ത് എന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ ഇസ്ലാം എന്തിന് എന്ന് നിങ്ങൾ പഠിപ്പിക്കണം. നമസ്കാരം എന്ത് എന്നുള്ളതിനേക്കാൾ ഈ നമസ്കാരം എന്തിന് എന്ന് നിങ്ങൾ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനേക്കാൾ റസൂൽ എന്തുകൊണ്ട് അത് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു എന്ന് പഠിപ്പിക്കണം. മക്കളായിട്ടുള്ള ബന്ധം നിങ്ങൾ ഖുർആന്റെ ആയത്തുകളും ഹദീസിന്റെ ടെക്സ്റ്റുകളൊക്കെ മുതിർന്നവർക്ക് വിളമ്പുന്ന പോലെയല്ല. നമ്മൾ ആ ആയത്തും ഹദീസും ചിലപ്പോൾ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കില്ല അവരെ നമ്മൾ വളർത്തേണ്ടത്. ഇതെന്തിനാണ്, ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് നമ്മളിൽ അത് എങ്ങനെയാണത് ബന്ധപ്പെടുന്നത്. അപ്പോ അള്ളാഹു എല്ലാ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തെ ആറഫാണ് കേട്ടോ, പരസ്പരം അറിയൂ. ഇസ്ലാമിന്റെ അടിസ്ഥാനം അതാണ്. ഇസ്ലാമിനെ തന്നെ, അള്ളാഹുവിനെ തന്നെ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ അറിയിക്കൽ, പറയൽ, സംസാരിക്കൽ വളരെ അടിസ്ഥാനപരമായൊരു കാര്യമാണ്. മറ്റൊന്ന് പാരന്റിങ്ങിൽ, പ്രത്യേകിച്ച് നമ്മൾ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ഏതെങ്കിലും ഒരു സംഗതി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡ്രൈവിംഗ് പോലും നമ്മൾ ഒരു കോഴ്സൊക്കെ പഠിച്ചിട്ടാണ് പോവുക. അതല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു 4-5 മാസം അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടാണ് ആ ഫീൽഡിലേക്ക് ഇറങ്ങുക. എന്ത് ജോലിയിലും ഏത് ഫീൽഡിലും എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയതിന് ശേഷം മാത്രമേ ഇറങ്ങാറുള്ളൂ. ട്രെയിനിങ് കിട്ടാതെ ഇത്ര വലിയൊരു ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുന്നത് പാരന്റിങ്ങിന്റെ കാര്യത്തിലുണ്ടാവുള്ളൂ. ഒരു മകനെ, ഒരു മകളെ, അതായത് ഒരു മനുഷ്യ ജീവിയെ നമുക്ക് അള്ളാഹു സമ്മാനമായി തന്നിട്ടുള്ള, നമ്മളുടെ സ്വന്തം ചോരയിലും നീരിലും പറന്നിട്ടുള്ള നമ്മളുടെ മകനെയും മകളെയും വളർത്തുന്നിടത്ത് നമുക്ക് ഒരു ട്രെയിനിങ്ങും വേണ്ട, ഒരു ഉപദേശവും വേണ്ട, ഒരു ശാസ്ത്രീയമായ വശവും പരിഗണിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകൾ മനുഷ്യരാണ്. അതുകൊണ്ട് മക്കളെ വളർത്തുന്നിടത്ത് ഏറ്റവും ചുരുങ്ങിയത് 777 തിയറികളുണ്ട്. അത് ആധുനിക മനഃശാസ്ത്രവും പറയുന്നുണ്ട്, ഇസ്ലാമും തന്നെ പറയുന്നുണ്ട്. അതായത് ആദ്യത്തെ 7 വയസ്സ് നിങ്ങൾക്ക് ആദ്യത്തെ 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മക്കളെ നിങ്ങളുടെ കയ്യിൽ കളിക്കാൻ കിട്ടൂല. മക്കള് പൊട്ടിക്കും, മക്കള് ഓടും, ചാടും, മറിക്കും, തിരിക്കും, പൊരിക്കും ഒക്കെ ചെയ്യുന്ന സമയമാണ്.
ഈ സമയത്ത് പരമാവധി അവരോടൊപ്പം കളിച്ച് സല്ലപിച്ച് സമയം ചെലവഴിച്ച് നിങ്ങൾക്ക് അവരോടൊപ്പം നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കളെ നിങ്ങളുടെ വരുതിയിലാക്കാന്ന് നിങ്ങൾ കരുതണ്ട. അത്രമാത്രം നിങ്ങൾ അവരോട് കളിച്ചും അവരോടൊപ്പം സഹവസിച്ചും അവരോടൊപ്പം സമയം ചെലവഴിച്ചും അവർ നിങ്ങളുടേതും നിങ്ങൾ അവരുടേതുമായി മാറുന്ന സമയം എന്നുള്ളത് ആദ്യത്തെ 7 വയസ്സാണെന്ന്. അതിനു മുമ്പൊക്കെയാണെന്നാണ് ഏർലി ചൈൽഡ്ഹുഡ്. അതിനു മുമ്പ് 4 വയസ്സിലൊക്കെ തീരുമെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഒരു 7 വയസ്സ് വരെയെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ഒരു 1-ാം ക്ലാസ്സോ 2-ാം ക്ലാസ്സോ വരെയൊക്കെയുള്ള സമയം അവരോടൊപ്പം എല്ലാ കുസൃതികളിലും ഉമ്മയും ബാപ്പയും ഒക്കെ ഉണ്ടാവണം. ആ സമയത്ത് തല്ലി തുടങ്ങി. നമ്മൾ ആ സമയത്താണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ അടിക്കുക. കുട്ടികളെ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ അടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ 10 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. ആ കാര്യത്തിൽ മാത്രമേ അടിക്കാൻ തന്നെ പറഞ്ഞുള്ളൂ, വേറൊരു കാര്യത്തിൽ അടിക്കാനും പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അപ്പൊ കുട്ടികളോട് സമയം ചെലവഴിക്കുക. 7 മുതൽ 14 വയസ്സ് വരെയുള്ള സമയം ജീവിതത്തിൽ അതിരുകളും അതിർത്തികളും മര്യാദകളും അവരെ പഠിപ്പിക്കേണ്ട സമയമാണ്. നിങ്ങൾ അവരിൽ ബൗണ്ടറികൾ, ജീവിതത്തിലെ ഓരോന്നിന്റെയും 7 വയസ്സ് വരെ കുട്ടി എല്ലാവരോടൊപ്പം അടിച്ച് കളിച്ച് വളരെയാണ് ചെയ്യുക. പക്ഷെ ആ സമയത്ത് അതിനുശേഷം ഏതാണ് നിന്റെ കസിൻ, ഏതാണ് നിന്റെ കുടുംബ ബന്ധങ്ങൾ, ഏതാണ് നിന്റെ ഫ്രണ്ട്, ആരോടൊപ്പമാണ് നിന്റെ കൂട്ട്, ഇതൊക്കെയും ഇതിന്റെ അതിരുകൾ, അതിന്റെ മനോഹാരിതകൾ, അയൽപക്കം, സൗഹൃദം, ഇതൊക്കെ കുട്ടിയോടൊപ്പം നിന്ന് കുട്ടിയെ പഠിപ്പിക്കേണ്ട സമയമാണ്. അവിടെയും രക്ഷിതാവിന്റെ സാന്നിധ്യം വളരെ ആവശ്യമാണ്. രക്ഷിതാവില്ലാത്തവർക്ക് അവരുടെ തൊട്ടടുത്ത രക്ഷിതാവ്, ഇസ്ലാമിൽ യത്തീം എന്ന് പറഞ്ഞാല് പിതാവില്ലാത്ത കുട്ടി എന്നാണല്ലോ. ശരിക്കും യത്തീം എന്ന് പറഞ്ഞാല് അറബി ഭാഷയിൽ പിതാവില്ലാത്ത കുട്ടിയാണ് യത്തീം. യത്തീം, ലത്തീം, അജിയൊക്കെ ഉണ്ട്. ഉമ്മയും ബാപ്പയില്ലാത്ത കുട്ടിക്ക് യത്തീം എന്നല്ല പറയാ, വേറെ പറയാ. ഉമ്മില്ലാത്ത കുട്ടിക്ക് യത്തീം എന്നല്ല പറയാ, വേറെ ഭാഷ പറയാം. വാപ്പയില്ലാത്ത കുട്ടിക്കാണ് യത്തീം എന്ന് പറയാം. എന്തുകൊണ്ടാണ് യത്തീമിനെ കുറിച്ച് അത്രത്തോളം പറയുന്നതെന്ന് ചോദിച്ചാൽ യത്തീമിന്റെ സംരക്ഷണയെ കുറിച്ചാണ് പറയുന്നത്. യത്തീമിനെ അവനെ അത്രത്തോളം കരുതലോടുകൂടി വളർത്തേണ്ട ആവശ്യകതയെ കുറിച്ചാണ് പറയുന്നത്. പിതാവ് അവനെ നഷ്ടപ്പെട്ടു. അപ്പോൾ അവന്റെ തൊട്ടടുത്ത് അവന്റെ മൂത്താപ്പ, അവന്റെ എളാപ്പ, അവന്റെ കുടുംബാംഗങ്ങൾക്ക് അത്ര ശ്രദ്ധയോടുകൂടി അവനെ കെയർ ചെയ്യണം. ഈ കാര്യത്തിലാണ് യത്തീമിനോട് ഇസ്ലാമിന്റെ പ്രത്യേക ശ്രദ്ധ വരുന്നത്. ഇപ്പൊ 7 മുതൽ 14 വയസ്സ് വരെ ജീവിത മര്യാദകളുടെ അതിരുകളും അതിരടയാളങ്ങളും അതിർത്തികളും ഒക്കെ അവരെ പഠിപ്പിക്കുക. പിന്നെ അതോടുകൂടി അവരുടെ ജീവിതത്തിൽ ക്യാരക്ടർ ഫോർമേഷൻ ഏകദേശം ആയി, അവരുടെ സ്വഭാവ രൂപീകരണം ഏകദേശം നടന്നു കഴിഞ്ഞു. പിന്നെ 14 മുതൽ 21 വയസ്സ് വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഫ്രണ്ടാക്കാം. 7 വയസ്സ് മുതൽ 7 വയസ്സ് വരെ കളിക്കുകയോ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഇത്തരത്തിലുള്ള അതിരുകളൊന്നും പഠിപ്പിക്കുകയോ ചെയ്യാത്ത ഒരാൾ 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ അവരെ ഫ്രണ്ടാക്കാന്ന് കരുതണ്ട. അങ്ങനെയൊന്നും ഫ്രണ്ട് ആവൂല അവർ. കാരണം അവർക്ക് അതിനു മുമ്പേ തന്നെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. അവർക്ക് ഫ്രണ്ട്സ് ഉള്ളതോടൊപ്പം തന്നെ ജീവിതത്തിൽ അവരുടെ സ്വകാര്യങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ അടുപ്പങ്ങൾ, അകലങ്ങൾ, ഇതൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്തായി കൂടി രക്ഷിതാവിന് മാറാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വളർന്നു വരുന്ന മക്കളെ സംബന്ധിച്ച് നല്ല ഒരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഇസ്ലാം ഇതൊന്നും അവരുടെ മേലിങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഇമ്പോസ് ചെയ്യേണ്ടി വരില്ല. അവർക്ക് തന്നെ കൺവിക്ഷൻ ഉണ്ടാവും. അവർക്ക് തന്നെ യാഥാർത്ഥ്യ ബോധങ്ങൾ ഉണ്ടാകും. യാഥാർത്ഥ്യ ബോധം ഉണ്ടാവും. കാര്യങ്ങളൊക്കെ അവർ തന്നെയും നോക്കിക്കണ്ട് മനസ്സിലാക്കും. കാരണം കുട്ടികൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടേ. നിങ്ങൾ വാട്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പ ചെയ്യണ്ടോ എന്ന് കുട്ടി നോക്കുന്നുണ്ട്. നിസ്കരിക്കടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വാടാ നിസ്കരിക്കാൻ പോവാ എന്ന് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം കുട്ടിയെ. നിസ്കരിപ്പിക്കാൻ കുട്ടീനെ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ കൂടെ നിസ്കരിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും. നിങ്ങൾ വീട്ടിൽ സത്യം പറയടാ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കുട്ടി സത്യം പറയൂല. സത്യം പറയുന്ന വാപ്പയാണെങ്കിൽ, സത്യം പറയുന്ന ഉമ്മയാണെങ്കിൽ, നല്ല അതിഥിയെ സൽക്കരിക്കുന്ന ഉമ്മയും വാപ്പയുമാണെങ്കിൽ, കുടുംബാംഗങ്ങളോട് നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ഉമ്മയും വാപ്പയും ആണെങ്കിൽ അത് തുടരും. കാരണം അൽ വലദു സിർറു അബീഹി, മക്കൾ മാതാപിതാക്കളുടെ രഹസ്യമാണെന്നാണ്. വേറെ പുതിയൊരു മന്ത്രമൊന്നുമില്ല. ഇവരുടെ അടുത്ത് നിന്ന് പഠിച്ച കുറച്ച് സാധനങ്ങൾ, ജനറ്റിക്സ് മാത്രമൊന്നല്ല, ഇവരിൽ നിന്ന് കണ്ടുപഠിച്ച ശീലങ്ങൾ, ആ ശീലങ്ങളടക്കം ഡീകോഡ് ചെയ്യപ്പെടും. അത് നമ്മളിൽ സേവ് ചെയ്യപ്പെടുന്ന, പ്രത്യേകിച്ച് നമ്മുടെ നേരിട്ടുള്ള മക്കളിൽ. മൂന്നാമത്തേത്, പുതിയ കാലത്ത് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഒരു ഡിജിറ്റൽ ഹയ. ഒരു മൊബൈൽ നിരോധിക്കാനൊന്നും നിങ്ങൾക്കിനി പറ്റൂല. ഇത് ഒളിപ്പിച്ചു വെക്കാനും പറ്റൂല.
അവിടെയും വാട്ടല്ല വയ്യാണ്. എന്ത് എന്നുള്ളതിനേക്കാൾ ഇതെന്തുകൊണ്ട്, ഇതെന്തിന്, എന്തുകൊണ്ട് ആവശ്യമായി, എന്തുകൊണ്ട് ഇവിടെ നമുക്കൊരു പ്രത്യേക സംസ്കാരം വേണം, ഇസ്ലാമിൻ്റെതായ ലജ്ജയുടെ സംസ്കാരം വേണം, നമ്മൾ പഠിപ്പിക്കണം. തക്കുവ അവിടെയാണല്ലോ. തക്കുവ എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരത്തിൽ തക്കുവയാ? അതല്ലെങ്കിൽ നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന തക്കുവയല്ല. തക്കുവ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപകടത്തിൽ പെട്ടുപോകുന്ന സംഗതികളെ കുറിച്ച് അള്ളാഹ് നിങ്ങൾക്ക് തരുന്ന ഒരു വാണിംഗ് ആണ്. പരലോകത്തെ മാത്രം തീയെക്കുറിച്ചുള്ളതല്ല, ഇഹലോകത്തും നിങ്ങൾ പെട്ടുപോകും. മനുഷ്യരെ നിങ്ങളെ പിടിയിലാക്കാൻ, നിങ്ങളെ റാഞ്ചിയെടുക്കാൻ, നിങ്ങളെ വരുതിയിലാക്കാൻ ചുറ്റും വലവിരിച്ചിരിക്കുന്ന ഒരു ലോകത്ത് നിങ്ങൾ എങ്ങനെ ആ കെണിയിൽ പെട്ടുപോകരുതെന്ന് മക്കളോട് വാട്ട് പറഞ്ഞിട്ടല്ല, എന്ത് പറഞ്ഞിട്ടല്ല, എന്തുകൊണ്ട് മക്കളെ, എന്താണ് മക്കളെ എന്ന് പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും എങ്ങനെയും എന്ന് പറഞ്ഞ് നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്താണ്. നമ്മള് നാളെ മക്കള് തന്നെ പറയുന്ന ഈ അരിനല്ലതൈന് അവല്ലാനാമിനാൽ ജിന്നി വല്ലിൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങളെ വഴിപിഴപ്പിച്ച മാതാപിതാക്കൾ ഇങ്ങോട്ട് കൊണ്ടുവരി എന്ന് മക്കൾ പറയുന്നു. ഞങ്ങൾ വഴിതെറ്റാൻ കാരണക്കാരായ മാതാപിതാക്കളെ പടച്ചവനെ ഇങ്ങോട്ട് കൊണ്ടുവരി, ഫനജാലുമാ തഹത അഖദാമിന, ഞങ്ങൾ അവരെ കാലിനടിയിൽ വെച്ച് ഞെരിക്കട്ടെ എന്ന് ആരെ പറയാന്ന് പറയും? നമ്മുടെ മക്കള്. ഞങ്ങൾ ഇപ്പോ ഈ നരകത്തിൽ വീഴാൻ കാരണക്കാരായ ഞങ്ങളുടെ മാതാപിതാക്കളെ പടച്ചവനെ ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ഇത് പറയും വിശുദ്ധ ഖുർആനിൽ. കാരണം ബന്ധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മഹ്ശറ സഭ എന്നാളുണ്ട്. എല്ലാവരും അബി മിൻ അബി വസാഹിബത്തിഹി വബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി. എല്ലാവർക്കും അവനവൻ മാത്രം, അവനവന്റെ കാര്യം മാത്രം. നഫ്സി 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 നഫ്സിയ യൗമ യദ്ഉ ആദമു വ അംബിയ നഫ്സി 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 നഫ്സിയ. എല്ലാവരും സ്വന്തം കാര്യം എന്ന് പറയാവുന്ന ഒരു നാള് വരാനുണ്ട്. അക്കാലത്ത് ഈ ബന്ധങ്ങൾ, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ പുതിയ വളപ്പിലും പഴയ വീട്ടിലും വലിയ വീട്ടിലും അങ്ങനെ എല്ലാ തറവാട് ബന്ധമൊക്കെ അവിടെ കഴിഞ്ഞു. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. എല്ലാ ബന്ധങ്ങളും ശിഥിലമാക്കപ്പെടുകയും പരസ്പരം ആരോപണങ്ങൾ രക്ഷിതാക്കളും മക്കളും തമ്മിൽ പരസ്പരം ഉന്നയിക്കുകയും ചെയ്യുന്ന സമയം വരും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കൊണ്ട് വിശുദ്ധ ഖുർആനില് ഒരു സൂറത്തു ലുഖ്മാൻ അതിനുവേണ്ടി മാറ്റി വെച്ചേക്കാം. ഒരു വാപ്പ മകനെ അതിന്റെ ഒരു പ്രയോറിറ്റി അനുസരിച്ച്, അതിന്റെ മുൻഗണന അനുസരിച്ച് ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ പഠിപ്പിക്കുന്ന സൂറത്തു ലുഖ്മാൻ. സൂറത്തു ലുഖ്മാനിലെ ഒരു ആയത്താണ് ഞാൻ ഖുത്ബയുടെ ആമുഖത്തിൽ ഓതിയത്. വിശദമായൊരു പഠനം തന്നെ അർഹിക്കുന്ന ഒരു സൂറത്താണ്. എങ്ങനെയാണ്? യാ ബുനയ്യ, എന്റെ പ്രിയപ്പെട്ട മകനെ. മകനെ വിളിക്കുന്നത് പോലും എടാ പോടാ അങ്ങനെയൊന്നല്ല. യാ ബുനയ്യ, ആ വാക്കുപോലെ അവിടെ പറയുന്നത്. യാ ബുനയ്യ, എന്റെ പ്രിയപ്പെട്ട മോനെ. ഈ പ്രിയപ്പെട്ട മോനെ എന്നും പ്രിയപ്പെട്ട മോനാണ്. പ്രിയപ്പെട്ട വാപ്പ യാ അബത്തിയാണ്, അല്ലെ? വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നത് യാ അബത്തി, എന്റെ പ്രിയ പുന്നാര വാപ്പ. അവിടെയാണ് ഉഫിൻ എന്നുള്ള വാക്കില്ലാതാവുക, ഛേ എന്നുള്ളതില്ലാതാവുക. എന്ത് പരസ്പരം പ്രയാസങ്ങൾ നിറഞ്ഞവരായി മക്കൾക്ക് മാതാപിതാക്കളും, മാതാപിതാക്കൾക്ക് മക്കളും, ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യയും. അവിടെ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് ഉഫിൻ എന്നുള്ളതായിരിക്കും. ഛേ, എന്തുകൊണ്ട്? അശ്രീകരം. എന്താ ഈ കാണിച്ചത്? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും റസൂലിൽ നിന്ന് കേൾക്കാത്തൊന്ന് ഈ ഛേ എന്നുള്ള വാക്കാണെന്ന്. മാതാപിതാക്കളോട് മാത്രമല്ല, മനുഷ്യരോടുള്ള ബന്ധങ്ങളിൽ പോലും അവർ നമ്മളുടെ ഹൃദയത്തിന്റെ അടുപ്പം അവർക്ക് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അവരെ വരുതിയിലാക്കണം. അവരുടെ സ്നേഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. മക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും പുതിയ തലമുറയില് നമ്മളുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ നമ്മളല്ലാത്ത ബാക്കി എല്ലാവരൊക്കെ സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ തലമുറയെ അപേക്ഷിച്ച് ഈ തലമുറ വളരെ ഉഷാറുമാണ് കേട്ടോ. ഈ കുറെ തലക്കനം, സ്വാർത്ഥത, അഹംഭാവം, ഇങ്ങനത്തെ ഉള്ള സംഗതികൾ ഇവർ സ്വന്തം ജനറേഷനിൽപ്പെട്ടവരോട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നുമില്ല. ഇങ്ങനെ കാപഢ്യം അങ്ങനെയൊന്നുമില്ല. ഉള്ളതൊക്കെ കാര്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് പറയും. അതുപോലെ തന്നെ ഉള്ള കൂട്ടത്തിലുള്ളവനൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മുടെ തലമുറയെ അപേക്ഷിച്ച് ഈ തലമുറയ്ക്ക് വലിയ താല്പര്യമൊക്കെ ഉള്ള തലമുറയാണ്. എല്ലാ തലമുറയും അങ്ങനെയാണ്. ഇക്ബാൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ബേസോക്ക് നഹി രാഹി ഏ റഹ്ബറെ ഫർസാന കം കോഷ് തൊഹേലേക്കിൻ ബേസോക്ക് നഹി രാഹി. അടുത്ത തലമുറ മുടന്തിയാണ് ഇസ്ലാമിലേക്കും പള്ളിയിലേക്കൊക്കെ വരുന്നത് എന്ന് കണ്ടിട്ട് ഇസ്ലാമിനോട് താല്പര്യമില്ലാത്തവരാണെന്ന് നീ അവരെ കുറിച്ച് ധരിക്കരുത്. കം കോഷ് തൊഹേലേക്കിൻ, അവർ നടന്ന് പയ്യാണ് വരുന്നതെങ്കിലും ബേസോക്ക് നഹീരാഹി, ഇസ്ലാമിനോടുള്ള സ്നേഹമൊന്നും മനസ്സിലില്ലാത്ത പ്രശ്നമൊന്നും അവർക്കില്ല. അവരെ നിങ്ങൾ ട്രിഗർ ചെയ്ത് കൂടെ കൈപിടിച്ച് കൊണ്ടുപോകണം.
ആ ഡ്യൂട്ടി നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. പടച്ചമ്പുരാൻ ആ നിലയിൽ നമ്മുടെ ഈ വെക്കേഷൻ കാലയളവിനൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളോട് കൂടുതൽ സൗഹൃദവും അടുപ്പവും സാധ്യമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജീവിതത്തിൽ വെച്ചിട്ടുള്ള അതിരുകൾ മനോഹരമായ അതിരുകളാണെന്ന് അവരെ പറഞ്ഞൊക്കെ ബോധ്യപ്പെടുത്താനുള്ള വലിയ അടുപ്പം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ ഈ മഹല്ലിന് കീഴിൽ തന്നെ ഒരു സമ്മർ ക്യാമ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് വിശദാംശങ്ങൾ ഖുതുബയ്ക്ക് ശേഷം പറയും. നമ്മുടെ കുട്ടികളുടെ വ്യത്യസ്ത 2 ബാച്ചുകളാക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികളെ സാധ്യമാകുന്ന നമ്മുടെ കുട്ടികളൊക്കെ ആ ക്യാമ്പിലേക്ക് അയക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മദ്രസ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാ രക്ഷിതാക്കളും മക്കളുടെ തുടർ വിദ്യാഭ്യാസം ഇസ്ലാമിക മേഖലയിൽ ഉറപ്പുവരുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ, അതിന് സാധ്യമാകാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം.